ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്ലവർ ബീഡിൻ്റെ കളക്ഷൻ പുതിയ സ്റ്റോക്ക് എത്തിയത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് സ്റ്റോക്ക് ഔട്ടായിരുന്നു. ഈ ഒരു 5 പെറ്റിൽ വരുന്ന ടൈപ്പ് ഇത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പാക്കറ്റ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഗ്രാമായിട്ട് 10 ഗ്രാമാണ് മിനിമം വരുന്നത് കേട്ടോ. പിന്നെ ഒരു ഫ്ലവർ ബീഡ് എത്തിയിട്ടുള്ളത് ഇത് കണ്ടോ, ഇതിൻ്റെ വലിയ സൈസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതും സ്റ്റോക്ക് ഔട്ടായിരുന്നു. പിന്നെ ഫ്ലവർ ബീഡ്സിൽ വന്നിട്ടുള്ള ഡബിൾ ഹോൾ വരുന്ന ഈ ടൈപ്പ് ഫ്ലവർ, ഇത് ഡബിൾ ഹോളാണ് കേട്ടോ. ഡബിൾ ഹോൾ വരുന്നത് സ്റ്റോക്ക് ഔട്ടായിരുന്നു. ഈ ടൈപ്പിലുള്ളത് 2 ടൈപ്പ് ഡബിൾ ഹോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റംസ് നേരത്തെ കാണിച്ചില്ലായിരുന്നു. ആ ഫ്ലവറിൻ്റെ തന്നെ ചെറിയ ടൈപ്പ്, ഈ ഒരു ചെറിയ ടൈപ്പ് സ്റ്റോക്കത്തിൻ്റെ എല്ലാം 10 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്. ഹാഫ് kg വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് കേട്ടോ. രണ്ടും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ചെറുത് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രോസ്റ്റ് ഫ്ലവറൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതല്ലാതെ വേറെ കുറച്ച് ഫ്ലവർ ബീഡ്സ് വന്നിട്ടുണ്ട്. ഇതിന്ന് എടുത്ത് കാണിച്ചു തരാനുള്ള ഒരു ഒഴിവില്ലാത്ത കാരണം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാറ്റലോഗിൽ വീഡിയോ വരുമ്പോഴേക്കും അപ്ഡേറ്റഡ് ആയിരിക്കും. ഈ ഒരു കുഞ്ഞ് ഫ്ലവർ ബീഡ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ തന്നെ മൾട്ടി കളർ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 10 ഗ്രാമിന് 20 to 25 രൂപയുടെ ഇടയിലാണ് റേറ്റ് വരുന്നുണ്ടാവുക. ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലത് പീസ് റേറ്റിന് വരാറുണ്ട് കേട്ടോ. പിന്നെ അതെ, ഈ ഗോൾഡ് ലൈൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഈ ഒരു ഗോൾഡ് ലൈൻ വരുന്ന ഫ്ലവറിനാണ്. ഇതിൻ്റെ പുതിയ പാറ്റേൺ നമ്മുടെ ഓർക്കിഡ് ടൈപ്പ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൾട്ടി കളറാണ് വരുന്നത്. എല്ലാ ഷെയ്ഡ്സും ഉണ്ടാവും കേട്ടോ. ഇത് ഏകദേശം 10 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 30 to 32 പീസസാണ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു 4 പെറ്റിൽ അതല്ലാതെ ട്യൂലിപ്പ് ഫ്ലവർ എന്ന് പറയും. ഈ ഒരു ട്യൂലിപ്പിൽ വന്നിട്ടുള്ളത് 10 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഉണ്ടാവുക 34 to 35 പീസസ് ഉണ്ടാവും കേട്ടോ. ഇതും എത്തിയിട്ടുണ്ട്. ഈ ഗോൾഡ് ലൈൻ എന്ന് പറയുമ്പോൾ ശരിക്കും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ. ഒരുപാട് പേര് ഇതിന് എന്തുകൊണ്ട് റേറ്റ് കൂടണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ഐറ്റം എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു ലീഫ്. ഇതും 10 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും വരിക. 10 ഗ്രാമിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 20 പീസിൻ്റെ ഉള്ളിലാണ് അത് ഉണ്ടാവുള്ളൂ കേട്ടോ. വേറെ ടൈപ്പ് ലീഫും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് മാർബിൾ ബീഡ്സിൽ തന്നെ നമുക്ക് എന്താ പറയുക, സിലിണ്ടർ ടൈപ്പിൽ മാർബിളിൽ കുറേ പാറ്റേൺസ് അവൈലബിൾ ആയിരുന്നു, ബോളും. പക്ഷേ ഈ ഒരു സിലിണ്ടർ ടൈപ്പിൽ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സെൻറ്ററിലായിട്ട് ഒരെണ്ണം കൊടുത്താൽ മതിയാവും. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് മാർബിളിൻ്റെ തന്നെ ബെൻഡ് പൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ബെൻഡ് പൈപ്പിൽ ഇത് നമുക്ക് വള ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക, ബാംഗിൾസ് വള ചെയ്യാനും ബ്രേസ്ലെറ്റ് ചെയ്യാനും മാല ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. ഇതിൻ്റെ മൾട്ടി കളറിൻ്റെ പാക്കറ്റ് ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. 10 ഗ്രാം പാക്കറ്റ്സ് ആയിട്ട് തന്നെയാണ് എല്ലാ ബീഡ്സും ഉണ്ടാവുക. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റ് ചെയ്യാനും മാല ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന 3D ബീഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. വിത്ത് ഹോളാണ് വരുന്നത്. 10 ഗ്രാമിൻ്റെ പാക്കറ്റ്സിൻ്റെ ആയിരിക്കും. ഏകദേശം 25 to 26 ഒക്കെ ഉണ്ടാവും കേട്ടോ. അത്രയും പീസസ് ഉണ്ടാവും കേട്ടോ 10 ഗ്രാമിൽ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ 10 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലവർ ബീഡ്സിൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഐറ്റമാണ് ഈ ഒരു അറ്റാച്ചർ. നമ്മൾ ബാൻഡൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റാച്ചർ. ഇത് 10 പീസിന് 25 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള റബ്ബർ ബാൻഡ്സ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഒരു മെറ്റീരിയൽ ഇത് കണ്ടോ, ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് MDFൻ്റെ ബേസിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ കൊടുത്തിട്ട് ഇതും 10 പീസിന് 20 രൂപ റേറ്റ് വരും കേട്ടോ. റബ്ബർ ബാൻഡിൻ്റെ ബേസ്. ഇത് അറ്റാച്ചർ റേറ്റ് വരുന്നത് 10 പീസിന് 20 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സിന് ഒരുപാട് ഷെയ്ഡ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ പീച്ച് പിങ്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പീക്കോക്ക്, ഒരു സീ ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഗ്രീൻ എത്തിയിട്ടുണ്ട്. മിൻറ്റ് ഗ്രീൻ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഗ്രേപ്പാണ് കേട്ടോ, ഗോൾഡ് അല്ല, ഒരു ലൈറ്റ് ഗ്രേപ്പ് ഷെയ്ഡാണ്. ഇതിൽ ഒരു സ്ട്രിങ്ങിന് റേറ്റ് വരുന്നത് 35 റുപ്പീസാണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി ഒരു 85 ബീഡ്സാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ, 6 mm. പിന്നെ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു
നല്ല ഷൈനിങ് എന്ന് പറഞ്ഞാൽ നല്ല ഷൈനിങ് ഉള്ളൊരു സ്കൈ ബ്ലൂ, പിങ്ക്, അതുപോലെ തന്നെ ഗോൾഡ്, ലാവൻഡർ, പിന്നെ വൈറ്റും. ഇത് നല്ല ഷൈനിങ് എന്ന് പറഞ്ഞാൽ നല്ല ഷൈനിങ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു സ്ട്രിങ്ങിന് 45 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത അപ്ഡേറ്റ്സ് നമ്മൾ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക്